ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പശ്ചിമേഷ്യയെ ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റിയപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആ നാട്ടിലെ സൈനികരല്ല, നമ്മുടെ പാവം പ്രവാസികളാണ്. ജോലി പോകുമോ എന്ന ഭയം ഒരു വശത്ത്, കുടുംബത്തെ നാട്ടിലെത്തിക്കാൻ കഴിയാത്ത ഗതികേട് മറുവശത്ത്. വിസിറ്റിംഗ് വിസയിൽ എത്തിയവരുടെ വിസ കാലാവധി തീരുന്ന ഓരോ നിമിഷവും അവരുടെ കീശയിൽ നിന്ന് ആയിരങ്ങളാണ് പിഴയായി ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ വിമാന കമ്പനികൾ സർവീസുകൾ കുത്തനെ കുറച്ചത്? പ്രവാസിയുടെ മടക്കയാത്ര ഇത്രമേൽ ദുസ്സഹമായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പശ്ചിമേഷ്യയെ സംഘർഷ ഭൂമിയാക്കിയിരിക്കുകയാണ്. ഇതിൽ വലിയ തിരിച്ചടി നേരിട്ടതാകട്ടെ പ്രവാസികൾക്കും. ജോലി മുൾമുനയിലായ നിരവധി പ്രവാസികളുണ്ട്. വിമാനങ്ങളുടെ റദ്ദാക്കൽ കാരണം യാത്ര പ്രതിസന്ധിയിലായവരും നിരവധി. പല പ്രവാസികളും ജോലിയിൽ തുടരുന്നുണ്ടെങ്കിലും കൃത്യമായ ശമ്പളം ലഭിക്കുമോ എന്ന ഭയം പലർക്കുമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് കുടുംബത്തെ വിസിറ്റിംഗ് വിസയിൽ എത്തിച്ച നിരവധി ആളുകൾ വേറെ. യുദ്ധം തുടങ്ങിയതോടെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. നാട്ടിലേക്കുള്ള മടക്കവും വെല്ലുവിളി നിറഞ്ഞതായി. വിസ കാലാവധി കഴിഞ്ഞാൽ പിഴ ലഭിക്കും. ആദ്യ ദിനം പിഴയായി 250 ദിർഹമാണ്, അതായത് ഏകദേശം 6308 രൂപ. പിന്നീടുള്ള ഓരോ ദിവസവും 50 ദിർഹം, 1250 രൂപയോളം വരും. എക്സിറ്റ് ഫീ ആകട്ടെ 69 ദിർഹം, അതായത് 1716 രൂപ. പശ്ചിമേഷ്യ സംഘർഷം തുടങ്ങിയ ശേഷം ഇന്ത്യൻ വിമാന കമ്പനികൾ ഇതുവരെ 10,000-ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇതിൽ പകുതിയും ഗൾഫ് മേഖലയിൽ നിന്നാണ്. യുദ്ധത്തിന് മുൻപ് ദിനംപ്രതി ഉണ്ടായിരുന്ന 300-350 സർവീസുകൾ ഇപ്പോൾ 80-90 കുറഞ്ഞു. ഭാര്യയും 2 മക്കളെയും UAE-യിലേക്ക് കൊണ്ടുവന്ന പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ ചെലവ് ലക്ഷങ്ങളാണ്. ടിക്കറ്റ് നിരക്കിൽ ഭീമമായ വർധനവുണ്ടായി. അടുത്തൊന്നും ടിക്കറ്റ് നിരക്ക് പഴയ പോലെ ആകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പിഴത്തുക നൽകുന്നതിനേക്കാൾ നല്ലത് നാട്ടിലേക്ക് കൂടിയ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് മടങ്ങാമെന്ന് കരുതിയാലും അവിടെയും വില്ലൻ വേറെയുണ്ട്. നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് കൃത്യമായി ലഭിക്കണമെന്നില്ല. പലരും ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കാണ് എത്തുന്നത്. ശേഷം ട്രെയിൻ മാർഗം നാട്ടിലേക്ക് വരികയാണ്. എയർ ഇന്ത്യ ഇന്ധന സർചാർജ് കൂട്ടിയതും ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനിടയാക്കി. ഇതിനെല്ലാം ഇരകളാകുന്നത് ഗൾഫ് പ്രവാസികളാണ്. ഗൾഫ് സർവീസുകൾ വിമാന കമ്പനികൾ 3-1 ചുരുക്കിയിട്ടുമുണ്ട്. കണ്ണൂർ, കോഴിക്കോട് സർവീസ് നിർത്തിവെച്ചു. കുവൈറ്റിന്റെ ജസീറ എയർവേസ് കണ്ണൂരിലേക്കും കോഴിക്കോട്ടുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. മെയ് 15 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യയിലെ മറ്റ് 7 വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും ജസീറ എയർവേസ് നിർത്തിവെച്ചു. പല ഗൾഫ് പ്രവാസികളും മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ശേഷം വിമാന ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്ന സാഹചര്യം യുദ്ധം ശക്തമായ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇതിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം വിമാനങ്ങളുടെ പാർക്കിംഗ്, ലാൻഡിംഗ് ചാർജുകളിൽ 25% കുറവ് വരുത്താൻ വ്യോമയാന മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു. ആഭ്യന്തര സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. എന്നാൽ ഈ തീരുമാനം വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുമോ എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിലും വിമാന കമ്പനികൾക്ക് ഇതല്പം ആശ്വാസം നൽകുന്നതാണ്. യുദ്ധത്തിന് അല്പം ശമനം വന്നിട്ടുണ്ട്. കാരണം 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. സമാധാന കരാർ നിലവിൽ വന്നാൽ അതൊരു നേട്ടം തന്നെയായിരിക്കും. എങ്കിലും എല്ലാ നിരക്കുകളും പഴയതുപോലെ ആകുന്നതിന് ഇനിയും മാസങ്ങൾ വേണ്ടി വന്നേക്കാം. പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ ഫലം അനുസരിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. യുദ്ധം തോക്കുകൾ കൊണ്ട് മാത്രമല്ല, സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രത തകർത്തുകൊണ്ടും കൂടിയാണ് മുറിവേൽപ്പിക്കുന്നത്. ഗൾഫ് നാടുകളിൽ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന ഓരോ രൂപയും ടിക്കറ്റ് നിരക്കായും വിസ പിഴയായും നൽകേണ്ടി വരുന്നത് പ്രവാസികളുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. സമാധാന കരാറുകൾ നിലവിൽ വന്നാൽ പോലും വിമാന നിരക്കുകളും മറ്റും പഴയ നിലയിലാകാൻ മാസങ്ങൾ എടുക്കുമെന്ന ആശങ്കാജനകമായ കാര്യമാണ്. എങ്കിലും സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികളെ ചേർത്തുപിടിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.